ആണോ മാലയോഗത്തിൻ്റെ പുതിയൊരു ഭാഗവുമായി വന്നിരിക്കുകയാണ്. മാലയോഗം ഭാഗം 18. ഉണ്ണിമായയ്ക്ക് എന്താ സംഭവിച്ചത്? അവളെ ആരാ ചതിച്ചത്? ഭരതനിൽ നിന്നും അത്തരമൊരു ചോദ്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നിന്ന നിൽപ്പിൽ യാതൊരു മാറ്റവുമില്ലാതെ ചോദിക്കുന്നവനോട് എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ കവിത കുഴങ്ങി. നിന്റെ നാക്കിറങ്ങിപ്പോയോ? ചോദിച്ചത് കേട്ടില്ലേ? ആദ്യം ചോദിച്ചപ്പോൾ അല്പം മയത്തിലായിരുന്നുവെന്ന് രണ്ടാമത്തെ ചോദ്യത്തിലുണ്ടായ ശൗര്യത്തിലാണ് കവിതയ്ക്ക് പിടികിട്ടിയത്. ജോസൂട്ടിയോട് ഉറഞ്ഞു തുള്ളിയവളല്ലേ ഇപ്പോൾ ഈ മുൻപിൽ നിൽക്കുന്നത്? അവളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയല്ലേ നീ അറിയാത്തതായി അവളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. ഭരതൻ്റെ രൂക്ഷമായ നോട്ടം കാണുമ്പോൾ ഗർഭിണിയായത് താനാണോ എന്ന് തെല്ലൊന്ന് സംശയിച്ചു പോകും. മറുപടി നൽകാൻ നിൽക്കുമ്പോഴും ഉണ്ണിമായ ഇഷ്ടമാണെന്ന് വല്യാത്തവളോട് ഭരതൻ പറഞ്ഞത് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. കവിതയ്ക്ക് അറിയില്ലേ? സൈകെട്ട് അവൻ മയത്തോടെ ചോദിക്കുമ്പോഴും ഇല്ലെന്ന് പറയാനാണ് അവളുടെ മനസ്സ് ഉദ്ദേശിച്ചതെങ്കിലും അവൾ അതേ എന്ന് ഉച്ചരിച്ചു. വിഷ്ണു രക്ഷപ്പെട്ടുകൂടാ എന്ന് അവൾ ഉറപ്പിച്ചു. ആരാ? വിഷ്ണു. ഏത് വിഷ്ണു? ആലിൻചുവട്ടിൽ താമസിക്കുന്ന വേലായുധൻ ചേട്ടൻ്റെ മകൻ വിഷ്ണു. കവിത പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിർത്തുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞിരുന്നു. ഭാമിനി അയയിൽ കിടക്കുന്ന തുണികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കവിത അങ്ങോട്ട് കയറി വന്നത്. ഉണ്ണിമായ ഗർഭിണിയാണെന്നറിഞ്ഞേ പിന്നെ അവരോട് അടുപ്പം കാണിച്ചിരുന്ന അയൽവാസികൾ പോലും അങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ നാട്ടിലും കാണുമല്ലോ, ചികഞ്ഞു ചോദിച്ചു മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു രസിക്കുന്ന കുറേ എണ്ണം. അങ്ങനെയുള്ളവർ മാത്രം വന്നു ഭാമിനിയെ എരിവ് കയറ്റിയിട്ട് പോകും. മകളെ പേടിച്ചു കാർത്തുപോലും അവിടേക്ക് വരാറില്ല. കവിതയെ കണ്ടതും അവരുടെ മുഖമൊന്നും മങ്ങി. കവിത അതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ അകത്തേക്ക് കയറി. എങ്ങോട്ടാ ചാളിത്തുള്ളി? അകത്തേക്ക് അല്ലാതെ എങ്ങോട്ട്? കവിതയ്ക്ക് കലിപ്പടങ്ങിയിട്ടില്ല. നിന്റെ നാക്കിൻ്റെ നീളമൊന്നും ഇങ്ങോട്ടെടുക്കണ്ട. ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ടാണ് അവൾ നിന്നോടെല്ലാം പറഞ്ഞത്. എന്നിട്ട് നീ ചെയ്തതോ? അവളെപ്പറ്റി ഈ നാട് മൊത്തം പാട്ടാക്കിയില്ലേ, നീയും നിന്റെ വീട്ടുകാരും. അമ്മേ! കേട്ടത് വിശ്വസിക്കാനാകാതെ കവിത തരിച്ചുപോയി. നിന്റെ അഭിനയമൊന്നും ഇവിടെ വേണ്ട. തെറ്റ് ആർക്കും പറ്റും. അതിന് ശിക്ഷയായിട്ട് ഈ ചതി ചെയ്യരുതായിരുന്നു. നാളെ നിനക്കിങ്ങനെ പറ്റിയാലും ഞങ്ങൾ ഈ വിധം ചെയ്യില്ല. ഭാമിനി രൂക്ഷമായി തന്നെ അവളെ നോക്കി. താൻ നിരപരാധിയാണെന്ന് അവരെ പറഞ്ഞെങ്ങനെ ബോധ്യപ്പെടുത്തുമെന്ന് ഓർത്തവൾ ശങ്കിച്ചു നിന്നു. തങ്കപ്പനാണ് ഇതിൻ്റെ പിറകിലെന്ന് അവരോട് ഇപ്പം പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിട്ട് അറിഞ്ഞതാണെന്നേ അവർ ഈ അവസരത്തിൽ പറയൂ. അതുകൊണ്ട് അത് വേണ്ട. എന്താടി തുറുപ്പിച്ച് നോക്കി ആളെ പഠിപ്പിക്കാനോ നീ? നിന്നോട് മാത്രമേ അവൾ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളൂ, അതെനിക്ക് ഉറപ്പാ. ഭാമിനി പല്ല് ഞെരിച്ചു. കണക്കായിപ്പോയി. നാട് മൊത്തം പറഞ്ഞു വരുത്തിയത് ഞാൻ തന്നെയാണ്. സഹിക്കുന്നില്ലെങ്കിൽ പോയി കേസ് കൊടു. നിതംബം വരെ നീളമുള്ള അവളുടെ മെടഞ്ഞിട്ട തലമുടി പിറകിലേക്ക് തട്ടിയിട്ടുകൊണ്ട് കവിത അകത്തേക്ക് കുതിച്ചു. ഉണ്ണിമായ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൾ ജനാലയിൽ തല ചായ്ച്ച് കിടക്കുന്നുണ്ട്. ഉണ്ണിമായേ! കവിത വിളിച്ചതും അവൾ പതിയെ തല ഉയർത്തി നോക്കി. അമ്മ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. അമ്മയെ തിരുത്തി വാദിച്ചു ജയിക്കാൻ എനിക്ക് വയ്യടി. അതാ ഞാൻ ഉമ്മറത്തേക്ക് വരാതിരുന്നത്. വിദൂരതയിലേക്ക് നോക്കി ഉണ്ണിമായ നിറമിഴിയാൽ പറഞ്ഞു. പോടി, ഞാനതപ്പോഴേ വിട്ടു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിന്ന് ചെറിയമ്പ്യാരെ കണ്ടു.
അല്ല, നിന്റെ കാര്യം തിരക്കി ചെറിയമ്പിയാരി എന്നെ കാണാൻ വന്നു. വിഷ്ണുവിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞു. ജോസൂട്ടിയെ കൂട്ടി ബോംബെയിൽ പോയി ചെറിയമ്പിയാർ ആ ചെറ്റയെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ മുൻപിൽ നിർത്തും. പറയുമ്പോൾ കവിതയുടെ കണ്ണിൽ വാശിയുണ്ടായിരുന്നു. എന്നിട്ടെന്തിന്? പുച്ഛം കലർന്ന ഭാവത്തോടെ അവളുടെ അതരങ്ങൾ കോച്ചിപ്പിടിച്ചു. നിന്നെ ചതിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ ഈ കുന്നിമണി ഗ്രാമത്തിൽ നടക്കണ്ട. അതൊന്നും വേണ്ടായിരുന്നു കവിതേ. എനിക്ക് വേണ്ടി വെറുതെ ചെറിയമ്പിയാർ ഉണ്ണിമായ്ക്ക് ഓർക്കും തോറും മനസ്സ് അസ്വസ്ഥതമായി കൊണ്ടിരുന്നു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതത്ര തന്നെ. നീ ഒന്ന് എഴുന്നേൽക്ക്, വാ നമുക്ക് പാടത്തേക്ക് ഇറങ്ങാം. അവളെ കൂടെ വരാൻ പിടിച്ചു വലിക്കുന്ന കവിതയുടെ മുഖത്തേക്ക് ഉണ്ണിമായ ദയനീയമായി നോക്കി. കവിത, നീ എൻ്റെ കൂടെ നടന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു ചീത്തപ്പേരുണ്ടായിക്കൂടാ. നീ എന്നെ കാണാൻ വരണ്ട. എൻ്റെ ജീവിതം എൻ്റെ പിഴവ് കൊണ്ട് നശിച്ചു പോയി. നിനക്ക് നല്ലൊരു കുടുംബജീവിതം വേണ്ടേ? നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ ചെറിയമ്പിയാരെ നിനക്ക് തന്നെ കിട്ടും. ഉണ്ണിമായ അവസാനം പറഞ്ഞ വാചകം കേട്ട് കവിതയൊന്ന് ഞെട്ടി. അത് കാണുകെ ഉണ്ണിമായുടെ അതരങ്ങളിൽ അറിയാതൊരു ചിരി പൊടിഞ്ഞു. നീ മിഴികളിൽ ഒളിപ്പിച്ച ആ പ്രണയം എനിക്ക് മനസ്സിലാകില്ല എന്നാണോ നീ കരുതിയത്? ഉണ്ണിമായ അവളെ അടിമുടി നോക്കിക്കൊണ്ട് തിരക്കിയപ്പോൾ ആ കാന്താരിപ്പെണ്ണിൻ്റെ വാ അടഞ്ഞുപോയി. വിഘ്നേഷിൻ്റെ ഓഫീസ് മുറിയിൽ നിന്നും ഡെസ്ക് ബെല്ല് കേട്ടതും ക്യാബിനിൽ നിന്ന് ലയ എഴുന്നേറ്റുപോയി. നിമിഷയെ സാർ വിളിക്കുന്നു. ശരവേഗത്തിൽ അവൾ തിരിച്ചെത്തി. നിമിഷ ഓഫീസിൻ്റെ ചില്ല് കവാടം തുറന്നു വിഘ്നേഷിൻ്റെ അനുവാദത്തോടു കൂടി അകത്തേക്ക് പ്രവേശിച്ചു. വിഘ്നേഷ് ഒരു എൻവലപ്പ് പശ തേക്കുന്നതിനിടയിൽ മിഴികൾ മാത്രം ഉയർത്തി അവളെ നോക്കി. നിമിഷയെ കണ്ടതും മൗനമായി ഇരുന്നു ഇമ പോലും വെട്ടാതെ ആ എൻവലപ്പ് അവൾക്ക് നേരെ നീട്ടി. അവൻ്റെ വെളുത്തുരുണ്ട കയ്യിലിരിക്കുന്ന എൻവലപ്പ് വാങ്ങിക്കുമ്പോഴും എന്തിനെന്നില്ലാതെ അവളുടെ ഹൃദയമിടിപ്പേറി. ഉണ്ണിമായ്ക്കുള്ള റെസിഗ്നേഷൻ ലെറ്ററാണ്. അവൾ അതിലേക്ക് നോക്കുന്നത് വീക്ഷിക്കവേ വിഘ്നേഷ് പറഞ്ഞു. നിമിഷ ആകെ വിറച്ചുപോയി. ഉണ്ണിമായ ഇതറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് അവൾ ഒരു നിമിഷമെങ്കിലും ഓർത്തുപോയി. ആ ജോലിയെ എത്രമാത്രം അവൾക്ക് ആശ്വാസം ഉണ്ടായിട്ടുണ്ടെന്ന് കൂടെ നിന്ന നാളുകളിൽ അത്രയും അവളുടെ വാക്കുകളിൽ നിന്ന് നിമിഷ മനസ്സിലാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ അഡ്രസ്സും സീലും വെച്ച് ഉണ്ണിമായ്ക്ക് പോസ്റ്റ് ചെയ്തേക്ക്. ഇനിയും ഉണ്ണിമായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. പുതിയ വാക്കൻസികൾ ഔട്ട് ചെയ്യാൻ ലയയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം നിമിഷയോട് പറഞ്ഞത് താൻ അവളുടെ റൂംമേറ്റ് ആയിരുന്നല്ലോ എന്നോർത്താം. വിഘ്നേഷിനോട് ഒരു മറുപടി നൽകാതെ ആ വാതിൽ തുറന്നു വരുമ്പോൾ അവളുടെ നെഞ്ചിനുള്ളിൽ ആകെ പകപ്പായിരുന്നു. ഓ, എന്തൊക്കെയായിരുന്നു ഇവിടത്തെ പുകിൽ! മകൻ സ്നേഹം വെളിപ്പെടുത്തുന്നു, അമ്മ അത് ശരിവെക്കുന്നു. ഇതാണ് കാരണവന്മാരുടെ വാക്കിനെ ധിക്കരിക്കുന്നവർക്കുള്ള വിധി. ആ പേച്ച പെണ്ണെങ്ങാനും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കുടുംബം മുച്ചോട് മുടിഞ്ഞേനെ. ഇവളെപ്പോലുള്ളവർക്ക് ഇത് എത്രാമത്തെ ഗർഭമാണെന്ന് ആർക്കറിയാം? സൗപർണിക ആ വലിയ കട്ടിലപ്പടിയിൽ കയറി നിന്ന് ഉള്ളിൽ നിറഞ്ഞു പൊങ്ങുന്ന ആഹ്ലാദം പുറമേ കാണിക്കാതെ വിജയലക്ഷ്മിയുടെ നേർക്കുള്ള കുറ്റപ്പെടുത്തലുകളുടെ അമ്പെയ്ത്തിലാണ്. ഭാര്യയ്ക്ക് തുണയായി തൊട്ടരികിൽ വിശ്വനാഥനും ഉണ്ട്. വിജയലക്ഷ്മി അവർക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു കിടക്കുകയായിരുന്നു. എങ്കിലും അവരുടെ ഉള്ളം ഭരതനെ ഓർത്തു വിങ്ങി. ചുടുകണ്ണീർ ചെന്നിയിലൂടെ ഒഴുകി കർണത്തിലെത്തി. ഭരതനുമായിട്ടുള്ള ഈ ആലോചന പുറത്തൊന്നും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവളുടെ ഗർഭത്തിൻ്റെ നാറ്റക്കേസ് ഈ തറവാട്ടിൽ പെടില്ല. വിശ്വനാഥനും അത് ശരിവെച്ചതോടെ സൗപർണികയുടെ അതരങ്ങളിൽ വിജയിച്ചിരി തെളിഞ്ഞു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇരുവരുടെയും ശബ്ദമൊന്നും കേൾക്കാനില്ലെന്ന് തോന്നിയതും വിജയലക്ഷ്മി കിടന്ന പാടെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ആരും കാണാത്തതോടെ നേരിയ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ട് വിജയലക്ഷ്മി മലർന്നു കിടന്നു. കൃഷ്ണനുണ്ണിയുടെ ഭാര്യ മേഘന
മകൻ കേദാറിനെ കയ്യിലെടുത്തു അവർക്കരികിലേക്ക് വന്നിരുന്നു. വിജയലക്ഷ്മി അവളുടെ ഇരുകരങ്ങൾ കവർന്നു. എൻ്റെ കുഞ്ഞെന്തിയെ? എല്ലാവരും കൂടെ അതിനെ കുറ്റപ്പെടുത്തി കൊന്നോ? വിജയലക്ഷ്മിയുടെ ശബ്ദം കരഞ്ഞ് കരഞ്ഞ് അടഞ്ഞു പോയിരുന്നു. അവൻ എങ്ങോട്ടോ പോയി. ചോദിച്ചപ്പോൾ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണെന്നും തിരിച്ചു വരാൻ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. മേഘന എന്തോ ശങ്കയിൽ പറഞ്ഞു. അവൻ്റെ മനപ്രയാസത്തിന് ആശ്വാസം കിട്ടുന്നത് എവിടെയാണോ അവിടെ അവൻ പൊയ്ക്കോട്ടെ. ജീവശവമായി കിടക്കുന്നത് കൊണ്ട് എനിക്കതിന് കഴിയില്ല. വിജയലക്ഷ്മി വിതുമ്പുന്നത് കാണേ മേഘന അവരുടെ നെറുകയിൽ തലോടി. പറഞ്ഞതിലും ഒരു അരമണിക്കൂർ വൈകിയാണ് ഭരതനും ജോസൂട്ടിയും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. തിരക്കേറിയ ആ റെയിൽവേ സ്റ്റേഷനിലൂടെ ലക്ഷ്യമറിയാതെ അവർ മുന്നോട്ടു നടന്നു. ജോസൂട്ടിയുടെ കൊച്ചപ്പൻ എൽദോസ് അവരെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇവർ വരാൻ വൈകിയതുകൊണ്ട് കൊച്ചപ്പൻ തിരിച്ചു പോയി കാണുമോ എന്ന ശങ്കയും ഉള്ളിലുണ്ട്. അവർ സഞ്ചരിച്ച ട്രെയിനിന് മുൻപേ പുറപ്പെട്ട ട്രെയിനിന് ഒരു ചെറുപ്പക്കാരൻ തലവെച്ചു ആത്മഹത്യ ചെയ്തു. ആളുകൾ ആ പാലത്തിനരികിൽ തടിച്ചുകൂടിയതോടെ ഭരതനും ജോസൂട്ടിയും വന്ന് ട്രെയിൻ പോകാൻ ഏറെ നേരം അവിടെ നിർത്തിയിട്ടു. അതോടെ രാവിലെ 9-ന് എത്തുമെന്ന് പറഞ്ഞവർ 10 മണിയായി സ്റ്റേഷനിലെത്തുമ്പോൾ. എൽദോസിനെ ആ തിരക്കിനിടയിൽ തപ്പിക്കണ്ടെത്താൻ ഇരുവരും നന്നേ പാടുപെട്ടു. ബോംബെ നഗരത്തിലെ മുഴുവൻ ആളുകളും ഈ സ്റ്റേഷനിലുണ്ടോയെന്ന് തോന്നിക്കുന്ന അത്രയും തിരക്ക്. കൊച്ചപ്പനെ കണ്ടതും ജോസൂട്ടി അയാളുടെ അരികിലേക്ക് പോകുന്നത് നോക്കി ഭരതനും അവന് പിറകിൽ നടന്നു. അധികം പൊക്കമില്ലാതെ വയർ ഉന്തിയൊരു മധ്യവയസ്കൻ. എൽദോസ് നിറപുഞ്ചിരിയോടെ ഇരുവരെയും നോക്കുന്നതിനിടയിൽ ജോസൂട്ടിയുടെ മുഖത്തെ ചുവന്ന പാട് കണ്ട് ഒരു പകപ്പോടെ അവനെ നോക്കി നിന്നു. കവിതയോട് സംസാരിച്ചതിന് ശേഷം ഭരതൻ നേരെ പോയത് ആൽത്തറയിൽ ഇരിക്കുന്ന ജോസൂട്ടിയുടെ അടുത്തേക്കായിരുന്നു. മുണ്ടും മടക്കി കുത്തിയുള്ള ഭരതൻ്റെ വരവിൽ പന്തികേടുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജോസൂട്ടി അവന് പിടികൊടുക്കാതെ അമ്പലം പറമ്പ് കടന്ന് മുന്നോട്ടോടി. വിടാൻ ഭാവമില്ലാതെ ഭരതൻ വളരെ വേഗത്തിൽ അവൻ്റെ പിറകിൽ വെച്ചു പിടിച്ചു. തെങ്ങിൻ തോട്ടത്തിലെത്തിയതും കീഴടങ്ങാമെന്ന മനസ്സോടെ ജോസൂട്ടി തെങ്ങിൽ ചാരി നിന്നു. ഓട്ടം നിർത്തിയിട്ടും കിതപ്പ് മാറാതെ നിൽക്കുന്നവൻ കണ്ടു. അമർഷൻ കടിച്ചമർത്തി തെല്ലൊരു ക്ഷീണവുമില്ലാതെ അവൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ. ഇടയ്ക്കൊക്കെ മെയ്യനങ്ങി പണി ചെയ്യണം, തൂമ്പ എടുത്ത് കിളക്കണം, അധ്വാനിക്കണം. അത് ആൽത്തറയിലിരുന്നാൽ ഒക്കില്ല. അത്രയും അടുത്ത് ഭരതൻ വന്നു നിന്ന് പറഞ്ഞപ്പോൾ, അതും ഒരു നാട് മൊത്തം ബഹുമാനിക്കുന്ന ഒരാൾ ശാസനയോടെ പറയുന്നത് കേട്ട് ജോസൂട്ടി പേടിച്ചരണ്ട് തെങ്ങിൻ തടിയിലേക്ക് ചാഞ്ഞു. ചെറിയമ്പ്യാരെ, ജോസൂട്ടി പാടുപെട്ട് വിളിച്ചു. പറ, അവനെവിടെ? ക്ഷമയോടെ ഭവ്യതയിൽ ഭരതൻ ചോദിച്ചു. എനിക്കറിയില്ല. പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും ഭരതൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജോസൂട്ടിയുടെ ടീഷർട്ടിൽ പിടിച്ചു വലിച്ചു ഭരതൻ കൊണ്ടുപോകുന്നത് തൻ്റെ അപ്പൻ്റെ അടുത്തേക്കാണെന്ന് തിരിച്ചറിഞ്ഞ ജോസൂട്ടി അവൻ്റെ കാലിൽ വീണു. ജോസൂട്ടിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരതൻ അവനെയും കൂട്ടി ബോംബെയിലേക്ക് തിരിച്ചത്. നടന്ന സംഭവങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞതോടെ എൽദോസിൻ്റെ മുഖം മങ്ങി. കയ്യിൽ 2 ചൂട് കട്ടൻ ചായ എടുത്തു അവരുടെ മുമ്പിൽ വെച്ച് അയാൾ ഒരു നെടുവീർപ്പോടെ കസേരയിലേക്ക് ചാരിയിരുന്നു. കേട്ടതൊന്നും എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വിഷ്ണു ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ, ഇതൊക്കെ ഉള്ളതാകുമോ? ഗർഭിണിയാക്കിയിട്ട് മുങ്ങിക്കളഞ്ഞെന്നൊക്കെ പറഞ്ഞ എൽദോസൻ നെറ്റി ഒഴിഞ്ഞു അവരെ നോക്കി. അതുമാത്രമാണോ അവൻ ചെയ്തിട്ട് പോയത്? ആ പെൺകുട്ടിയെ കൊല്ലാൻ വരെ ശ്രമിച്ചില്ലേ? അത്രക്കും നെറികെട്ടതാ അവൻ്റെ മനസ്സ്.
ഭരതൻ്റെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരെ പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് മാറിയൊരു ക്വാർട്ടേഴ്സിലാണ്. ഇന്ന് അവധിയായതുകൊണ്ട് വിഷ്ണു അവിടെ കാണും. നിങ്ങൾ വന്ന ക്ഷീണം മാറിയിട്ട് ഉച്ചയോടെ നമുക്കവിടെ പോകാം. ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ളത് വാങ്ങി വരാം. ഇതും പറഞ്ഞ് എൽദോസ് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. വേലിക്കപ്പുറം പരിചയമില്ലാത്ത ഒരു ചുവപ്പ് കോണ്ടസ കാറ് നിർത്തിയത് കണ്ട് ഭാമിനിയുടെ ഹൃദയം അകാരണമായി മിടിച്ചുകൊണ്ടിരുന്നു. തിണ്ണയിലിരിക്കുകയായിരുന്ന അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരിയതൊന്ന് നേരെ ഉടുത്ത് തൂണിനരികിൽ വന്നു നിന്നു. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുടെ മുഖം അവരുടെ ഓർമ്മയിൽ വന്നില്ലെങ്കിലും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ ആളുടെ മുഖം കണ്ടതോടെ അവരുടെ ഓർമ്മകൾ ഒരുപാട് പിറകിലേക്ക് സഞ്ചരിച്ചു. ശിവശങ്കരൻ മുതലാളി. കയ്യിൽ കട്ടിയുള്ള സ്വർണ്ണ കൈച്ചെയിനും മറുകൈയിൽ റോളോ വാച്ചും കെട്ടി പല്ല് മുഴുവനും കാണിച്ച് ചിരിച്ചു വരുന്ന അയാളെ നോക്കവേ ഭാമിനി അറിയാതെ മന്ത്രിച്ചു. ഉണ്ണിത്താൻ മണൽ കടത്തുന്ന ജോലി ചെയ്തിരുന്നത് അയാൾക്ക് വേണ്ടിയായിരുന്നു. വലിയ കോറികളും സ്വർണ്ണക്കടകളും നിറയെ നിലവും ഒക്കെ സ്വന്തമായുള്ള ഒരു പണക്കാരനാണ് ശിവശങ്കരൻ. ഉണ്ണിത്താൻ മരിച്ചുവെന്നറിഞ്ഞിട്ടും ഈ വീട്ടിൽ കയറാത്ത അയാൾ ഇപ്പോൾ എന്തിന് ഇവിടേക്ക് വരുന്നെന്ന് ഓർത്തു ഭാമിനി ശങ്കിച്ചു നിന്നു. തുടരും. കഥ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ തീർന്നത് ഞാൻ അറിഞ്ഞില്ല. കഥയുടെ അടുത്ത ഭാഗങ്ങൾ ഉടനെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ദയവായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് എൻ്റെ കഥകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.